നമസ്കാരം. നമസ്കാരം. ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ചില കയ്യക്ഷരങ്ങൾ കാണുമ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും എത്ര മനോഹരമെന്ന് അല്ലേ? അവരുടെ മുഖം പോലും നമ്മൾ ഭയങ്കര സുന്ദരമായിട്ടുള്ളൊരു മുഖമെന്ന് ആലോചിച്ചു പോകും അല്ലേ? അതിനോട് എനിക്ക് ഒരു യോജിപ്പില്ല, കാരണം എന്റെ കൈയക്ഷരം വളരെ മോശമാണ്. അപ്പൊ പിന്നെ പക്ഷെ എന്റെ കൈയക്ഷരം വളരെ മനോഹരമാണ്, അതുകൊണ്ടാണ് ആ ഒരു കമന്റ് വന്നത് വീണയുടെ കയ്യിൽ നിന്ന്. പക്ഷെ എന്താണെന്നറിയോ, നല്ല കൈയക്ഷരം ഉണ്ടെങ്കിൽ ഇതിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഇസ് ഗുഡ്, ഹെഡ് റൈറ്റിംഗ് തലയിലെഴുത്ത്, കൈയെഴുത്ത് നല്ലതാണെങ്കിൽ തലയിലെഴുത്ത് നല്ലതാവില്ല ചിലപ്പോൾ. തലയിലെഴുത്ത് നല്ലതായതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നത്. അതെ 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 അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്ന് കൈയക്ഷരത്തെ കുറിച്ച് സംസാരിക്കാം അല്ലേ? കൈയക്ഷരം ശരിക്കും ആക്ച്വലി ഒരാളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അതെ. മാത്രമല്ല വീണ പറഞ്ഞ പോലെ അയാളുടെ നേച്ചർ കുറെ മനസ്സിലാക്കാൻ പറ്റും, അയാളുടെ ക്യാരക്ടർ കുറെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നല്ല കൈയക്ഷരം ഉള്ളവർ നല്ല മനസ്സിനുടമകളാണെന്നും പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പൊ ഏതായാലും കൈയക്ഷരത്തെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളും ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം കൂടുതൽ കാണാം ആദ്യത്തെ സെഗ്മെന്റിന് ശേഷം. സ്മാർട്ട് ലേഡി. നമസ്കാരം, ഞാൻ ഷൈനി ജസ്റ്റിൻ. ഒരു ഫിറ്റ്നസ് പ്രൊഫഷണലാണ്. ഞാനിപ്പോൾ ഒരു 12 years ആയിട്ട് ഈ ഫീൽഡിലുണ്ട്. ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ ഒരു ഫിറ്റ്നസ് സെൻറ്റർ നടത്തുന്നു. അത് ലേഡീസിനും ജെൻസിനും എല്ലാവർക്കും ഉള്ളൊരു, ഈവൻ എൻ്റെ ഫിറ്റ്നസ് സെൻറ്ററിൻ്റെ പേര് തന്നെ ഫാമിലി ഫിറ്റ്നസ് ആണ്, ജസ്റ്റ് ഷൈൻ ഫാമിലി ഫിറ്റ്നസ്. അപ്പോൾ ഇവിടെ എല്ലാ ഏജിലുള്ള ആൾക്കാർ, അതായത് 60+ തുടങ്ങിയിട്ട് നമുക്ക് കുട്ടികൾ വരെ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവരെയും കൊണ്ടുവരിക എന്നുള്ള ഒരു മോട്ടിവേഷനാണ് എനിക്ക് ഈ ഒരു ഫിറ്റ്നസ് സെൻറ്റർ തുടങ്ങാനായിട്ടുള്ളൊരു പ്രചോദനം. നമുക്കിവിടെ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. ആക്ച്വലി 60+, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 60+ ഉള്ള ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ ഓരോരുത്തർക്കും ഓരോ ആൾക്കാരുടെ ഫിറ്റ്നസ് അത് വേരീസ് പേഴ്സൺ ടു പേഴ്സൺ. കാരണം നമുക്ക് ഇപ്പോൾ എൻ്റെ ഒരു പ്രായത്തിലുള്ള ഒരാൾക്ക് പറ്റിയ ഫിറ്റ്നസ് ആയിരിക്കില്ല വേറെ ഇപ്പോൾ എന്നെക്കാളും ഏജ് കൂടിയതോ അല്ലെങ്കിൽ കുറഞ്ഞതോ ആയ ആൾക്കാർക്ക്. അപ്പോൾ അവർക്ക് നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബോഡി അനലൈസ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഏതൊരു ഫിറ്റ്നസ് കാറ്റഗറിയിലേക്ക് അവരെ വിടണം എന്നുള്ളത് ഞങ്ങളാണ് ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതുപോലെ പ്രോപ്പറായിട്ടുള്ളൊരു ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂംബ ഫിറ്റ്നസ് ഉണ്ട്. ആക്ച്വലി ഇതൊരു മൾട്ടി ജിമ്മും കൂടിയാണ്. പക്ഷേ ഇതിൽ നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് സൂംബ ഫിറ്റ്നസ്, സൽസ ഡാൻസസ്, അതുപോലെ തന്നെ എറോബിക്സ്, യോഗ ഇതെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഓരോരുത്തർക്കും ഫിറ്റായിട്ടുള്ള രീതിയിൽ, നമുക്ക് ഓരോരുത്തർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു ഫിറ്റ്നസ് കാറ്റഗറിയിലേക്കാണ് ഓരോരുത്തരെയും നമ്മൾ ചൂസ് ചെയ്ത് വിടുന്നത്. ചിലരിപ്പോൾ നല്ല വെയിറ്റുള്ള ആൾക്കാർ വരും, അവരെ കൊണ്ട് നമുക്ക് സൂംബ ഫിറ്റ്നസ്സോ അല്ലെങ്കിൽ ഇതുപോലെ ഭയങ്കര ജമ്പിങ് ഒക്കെ ഉള്ളൊരു ഫിറ്റ്നസ് കാറ്റഗറിയിലേക്കുള്ള ആ രീതി വർക്കൗട്ട്സ് ഒന്നും ചെയ്യിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ പിലാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോറിൻ വേർഷൻ യോഗയാണത്. എക്സാക്ട്ലി യോഗ അല്ല, എന്നാലും ഒരു യോഗ മോഡൽ വർക്കൗട്ടാണ്. അപ്പോൾ അവർക്ക് നല്ല വെയിറ്റുള്ള ആൾക്കാർക്ക് നമ്മൾ അത് സജസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ അവർക്ക് വെയിറ്റ് റിഡക്ഷൻ കൂടാതെ തന്നെ അവർക്ക് വരുന്ന ഈ വണ്ണമുള്ളവർക്ക് വരുന്ന കുറേ അസുഖങ്ങൾ, അതായത് ബാക്ക് പെയിൻ, അതുപോലെ തന്നെ മുട്ടുകാൽ വേദന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്ത് ഈ നല്ലൊരു ഫിറ്റ്നസ് അവർക്ക് പ്രദാനം ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ അതുപോലെ തന്നെ യങ്സ്റ്റേഴ്സ്, അതായത് കൂടുതൽ ഇപ്പോൾ ആൾക്കാർക്ക് യങ്സ്റ്റേഴ്സിന് ഒട്ടും എന്താ പറയുക, യോഗ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഉദ്ദേശിച്ച് നമ്മൾ സൂംബ ഫിറ്റ്നസ്, അതുപോലെ സൽസ ഡാൻസ് അതൊക്കെയാണ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ അത് കൂടാതെ ജിം വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഞാൻ സർട്ടിഫൈഡ് ISSA ട്രെയിനറാണ്. ISSA മീൻസ് ഇൻ്റർനാഷണൽ സ്പോർട്സ് ആൻഡ് സയൻസ് അക്കാഡമി. അതുപോലെ തന്നെ പിലാറ്റിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേരിക്ക. പിന്നെ സുംബ ലൈസൻസ്ഡ് ഇൻസ്ട്രക്ടറാണ്, റീബോക്ക് എറോബിക് ഇൻസ്ട്രക്ടറാണ്. അപ്പം നമ്മളൊരു എല്ലാവരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഫിറ്റ്നസ് സെൻറ്ററിൽ പോകാനായിട്ട് തീരുമാനിച്ചു, നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു,
അപ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ തീരുമാനിക്കുന്നത് ഒരു ഫിറ്റ്നസ് സെൻറ്ററിൽ പോവുക. ആദ്യം ചിന്തിക്കേണ്ടത് എവിടെ പോകണം എന്നുള്ളതാണ്, എന്ത് ചെയ്യണം എന്നുള്ളതല്ല, എവിടെ പോകണം എന്നുള്ളത് ആദ്യം ചിന്തിക്കുക. അതായത് എപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ ഒരു ലൈസൻസ്ഡ് ഇൻസ്ട്രക്ടർ, ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ലൈസൻസ്ഡ് ഇൻസ്ട്രക്ടർ തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ. ഒരു 5 വയസ്സുള്ളൊരു കുട്ടി തുടങ്ങിയിട്ട് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ ചെറിയ കുട്ടികൾ മുതൽ നമ്മളുടെ എന്താ പറയുക ഫുഡ് ഹാബിറ്റ് നമ്മൾ തന്നെ പേരൻസ് തന്നെ അവരെ വഷളാക്കിയിട്ട് കൂടുതൽ ജങ്ക് ഫുഡൊക്കെ വാങ്ങിക്കൊടുത്ത് അവരെ പഴയ കുട്ടികൾ വളർന്ന സിറ്റുവേഷനിലല്ല ഇപ്പോഴത്തെ കുട്ടികൾ വളരുന്നത്. അവരെല്ലാവരും നല്ല വണ്ണം വെച്ച് അവരെ കണ്ടാൽ തന്നെ അറിയാം. അതായത് 5 വയസ്സുള്ള കുട്ടിക്ക് 10 വയസ്സുള്ളൊരു വളർച്ചയുണ്ടാകും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരു 5 years തുടങ്ങിയിട്ട് പിള്ളേർക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാൻ കുട്ടികൾ അനുവദിക്കുക. അപ്പോൾ അതുകൊണ്ട് 5 years തുടങ്ങി പിന്നെ അങ്ങ് നമുക്ക് നല്ലൊരു പ്രായം എത്തുന്നവർ, അതായത് 70+ ആണെങ്കിലും ആരോഗ്യപരമായിട്ടിരിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി എപ്പോഴും ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കേണ്ടതുള്ളൂ, നമ്മൾ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് എന്ത് ആക്ടിവിറ്റി വേണമെങ്കിലും ചെയ്യാം. പക്ഷേ മുതിർന്നവർ ചെയ്യുമ്പോൾ അവർ എപ്പോഴും ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ എപ്പോഴും വേണം. കാരണം പലരും പല അസുഖമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു ഫിറ്റ്നസ് സെൻറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് അവരുടെ ബ്ലഡ് റൂട്ടീൻ ചെക്കപ്പ് ചെയ്യുക, പ്രഷറുണ്ടോ ഷുഗറുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ തൈറോയിഡ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ട് വരുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളിൽ PCOD, പോളിസിസ്റ്റിക് ഓവറി എന്ന് പറഞ്ഞ ഒരു അസുഖം. അതായത് ജങ്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് കൊഴുപ്പടിഞ്ഞ് ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ ഏറ്റവും കൂടുതൽ ഡോക്ടറിനെ പോയി കണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെഡിസിൻസ് എടുക്കുക, അതിൻ്റെ ഒപ്പം തന്നെ എക്സസൈസ് മുടങ്ങാതെ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഞാൻ ആക്ച്വലി ഒരു ഹൗസ് വൈഫായിരുന്നു. എനിക്ക് 2 കുട്ടികളാണുള്ളത്. എനിക്ക് മൂത്ത മകള് +1 പഠിക്കുന്നു, രണ്ടാമത്തെ മകള് 9th പഠിക്കുന്നു. അപ്പം മൂത്ത കുട്ടീനെ ഡെലിവറി ടൈമിൽ എനിക്ക് ചെറിയൊരു പെൽവിസ് ബോൺ സെപ്പറേഷൻ ഉണ്ടായി. അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ നല്ലോണം വെയിറ്റ് വെച്ചു. ഏകദേശം ഒരു 89 kg വരെ വന്നു. ഈ 89 kg വരുമ്പോൾ അറിയാൻ പറ്റുമല്ലോ, നമുക്ക് വീട്ടിലെ ജോലി ചെയ്യണം, കുട്ടീനെ നോക്കണം, എല്ലാം കൂടെ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫിസിക്കൽ ഇൽനെസ് തന്നെ എന്ന് പറയാം, എനിക്ക് നടക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ വെയിറ്റ് കുറക്കാൻ തീരുമാനിച്ചു. അത് സർജറി വേണം എന്ന് പറഞ്ഞതാണ്. പക്ഷേ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്നും വേണ്ടി വരില്ല എന്ന് ഉള്ളൊരു ഡോക്ടറിൻ്റെ അഭിപ്രായം അനുസരിച്ച് ഞാൻ വെയിറ്റ് കുറക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ എന്താ പറയുക എക്സ്പെരിമെൻറ്റ്സ്, എൻ്റെ സ്വന്തം ബോഡിയിൽ ഞാൻ സെൽഫായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്ത് ഡയറ്റ് അവിടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അതുപോലെ തന്നെ ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ച് എൻ്റെ ഡയറ്റൊക്കെ ഞാൻ നോക്കി. പിന്നെ കുറച്ച് ഫിറ്റ്നസ് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ നല്ലോണം വെയിറ്റ് കുറഞ്ഞു വന്നു. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളിങ്ങനെ ചുമ്മാ വീട്ടിൽ ഇരുന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിറ്റ്നസ് വർക്കൗട്ട്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 1-2 ആഴ്ച കഴിയുമ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും മടി വരും. അപ്പോൾ ഇതൊരു പ്രൊഫഷനാക്കി എടുത്താൽ എന്താണെന്ന് അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഇസ എന്നുള്ളൊരു കോഴ്സാണ് ആദ്യം ചെയ്യുന്നത്. അത് ഇൻ്റർനാഷണൽ സ്പോർട്സ് ആൻഡ് സയൻസ് അക്കാഡമി. അത് ബോംബെയിലാണ്. അതിൻ്റെ മീൻസ് കോഴ്സും കാര്യങ്ങളൊക്കെ ബോംബെയിലാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് ഒരു 3 years കോഴ്സാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ PIA. അപ്പോൾ ഓരോന്ന് ചെയ്യുമ്പോഴും എനിക്ക് അതിനോടുള്ള താല്പര്യം കൂടി വന്നു. അങ്ങനെ PIA എന്ന് പറഞ്ഞിട്ട് പിലാറ്റിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേരിക്ക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പല അസുഖങ്ങളുണ്ടാവും. ചില ആൾക്കാർ നേരെ നിൽക്കാൻ മീൻസ് പൊക്കം കൊണ്ടിട്ട് അവർ വളഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ, സ്കോളിയോസിസ് എന്ന് പറയും. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥ. അതുപോലെ തന്നെ പല നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അസുഖമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്ത് റെമഡി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് നോക്കിയിട്ട് ഞാൻ ഓരോ കോഴ്സും ഞാൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തു. ഇപ്പോൾ ഏകദേശം 12 years ആയിട്ടുണ്ട് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാരണം എൻ്റെ ഒരു പ്രോബ്ലം എനിക്ക് മറ്റുള്ളവരിലേക്ക് ഇത് ഇപ്പം വെയിറ്റ് കുറക്കുക എന്നുള്ളത് ഒരു ചെറിയൊരു കാര്യം മാത്രമാണ്. കാരണം എല്ലാവരും വിചാരിക്കും നല്ല വെയിറ്റ് ചെയ്യുന്ന കുറച്ച് വെയിറ്റ് കുറഞ്ഞു വരിക എന്ന് പറഞ്ഞത് ഡയറ്റും അതുപോലെ കഠിനമായിട്ടുള്ള എക്സസൈസൊക്കെ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് ആയിട്ടുള്ളൊരു കാര്യമാണെന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. പക്ഷേ എനിക്ക് ഈസി ആയിട്ട് പറയാം, ലൂസിങ് വെയ്റ്റ് ഇസ് ഡാം ഈസി. നമുക്ക് വിചാരിച്ചാൽ മാത്രം മതി. നമ്മൾ എന്ത് വേണമെന്ന് വിചാരിച്ചിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാനായിട്ട്
നമുക്കൊരു താല്പര്യം ഉണ്ടാവണം. ആ താല്പര്യം കൂടെ വന്നു കഴിഞ്ഞാൽ പ്ലസ് നമുക്കൊരു ന്യൂട്രീഷ്യസ് ഡയറ്റും കൂടെ ആയാൽ തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ ചില ഹാബിറ്റ്സ് നമുക്ക് ജങ്ക് ഫുഡ് കഴിക്കുന്ന ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റുക. അതുപോലെ തന്നെ ജെൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആൽക്കഹോൾ, അതിന് അഡിക്ഷൻ ആയിട്ടുള്ള ആൾക്കാർ അത് അവോയ്ഡ് ചെയ്യാൻ പതുക്കെയെങ്കിലും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ കുറേശ്ശെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കിട്ടും. എൻ്റെ ഫാമിലി വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. കാരണം ഞാൻ എൻ്റെ സ്വയം ഒരു പ്രയത്നം കൊണ്ട് ഈ വലിയൊരു സർജറി എന്നാണ് നമ്മൾ ഇതൊന്നും വേണ്ട, സർജറി ഒന്നും ഇല്ലാതെ ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ ഹെൽത്ത് തന്നെ ഞാൻ മാറ്റിയെടുത്ത്. അതായത് എൻ്റെ പഴയ ഫോട്ടോസൊക്കെ ഇപ്പോൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് തന്നെ അത്ഭുതമാണ്. ഇപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ എൻ്റെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ, അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാർ എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. ഞാനിങ്ങനെ ഒരു എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു ഫിറ്റ്നസ് ബാക്ക്ഗ്രൗണ്ട് എനിക്കില്ല. പക്ഷേ ഇതിൽ ഞാൻ ഈ 12 വർഷം മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം തുടങ്ങുമ്പോൾ എനിക്ക് ആദ്യം തന്നെ തുടക്കം മുതലേ തന്നെ ഹസ്ബൻഡിൻ്റെ വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ചെറിയ രീതിയിൽ തുടങ്ങി തോപ്പുംപടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞങ്ങൾ നല്ലൊരു ഫിറ്റ്നസ് സെൻ്ററൊക്കെ റെൻറ്റഡ് ബിൽഡിങ്ങിൽ തുടങ്ങി. പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് സ്വന്തം ബിൽഡിങ്ങിലേക്ക് ഇപ്പോൾ ഒരു വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടൊരു കാര്യം ചെയ്യാനായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് പറ്റി. ഇപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഷൈൻ ഫാമിലി ഫിറ്റ്നസ് ഒരു വലിയൊരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിട്ടാണ് ഞങ്ങളിവിടെ നടത്തുന്നത്. ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. എല്ലാവരുടെയും കയ്യിൽ നിന്ന് നല്ലൊരു സപ്പോർട്ടാണ് കിട്ടുന്നത്. ഇനിയും നമ്മളിപ്പോൾ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ബോഡി ഇപ്പോൾ എല്ലാവരും ഭയങ്കര ബിസി ഷെഡ്യൂളാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഓരോ എക്സ്ക്യൂസസ് ഉണ്ടാവും പോകുമ്പോൾ. നമ്മളിപ്പോൾ ആരെങ്കിലോടും പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് എൻക്വയറി ചെയ്യുമ്പോൾ ചിലവർ വന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇന്ന് കല്യാണമുണ്ട് അല്ലെങ്കിൽ അടുത്ത മാസം കല്യാണമുണ്ട്, അപ്പോൾ ഒന്ന് ഫിറ്റ് ആവണം. പക്ഷേ ഞാനിപ്പോൾ ആലോചിക്കുക, ഇങ്ങനെ ഈ ഒരു ഫംഗ്ഷന് വേണ്ടി നമ്മൾ ഫിറ്റ് ആകുന്ന ആ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. നമുക്ക് വിശക്കുമ്പോൾ ഒരു ഫുഡ് വാങ്ങിച്ച് തിന്നുന്ന, അല്ലെങ്കിൽ ഒരു ദാഹിക്കുമ്പോൾ ഒരു ബോട്ടിൽ വെള്ളം മേടിച്ച് കുടിക്കുന്ന ഒരു ലാഘവത്തോടു കൂടിയാണ് ഇവിടെ വന്നിട്ട് പറയുന്നത് കല്യാണമാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷനാണ്, ഞങ്ങൾക്ക് 2 കിലോ കുറക്കണം, 4 കിലോ കുറക്കണം. ദാറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. നമുക്ക് അങ്ങനെ ഒരു സംഭവം വേണം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഇപ്പോൾ കൂടുതൽ സർജറീസും അതും ഇതൊക്കെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റും സൈഡ് എഫക്റ്റൊക്കെ എന്താണെന്നുള്ളത് ചെയ്തവർക്കും അറിയാം, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ അറിയാം. അപ്പോൾ ഏറ്റവും ബെറ്റർ ചെറുതായിരിക്കുമ്പോൾ തന്നെ, അതായത് നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മളുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ തന്നെ ഒരിക്കലും താമസിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ചിലവർ പറയും ഇപ്പം എനിക്ക് എത്രയും പ്രായമായി, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആരും വിചാരിക്കേണ്ട. ചെറിയ കുട്ടികൾ തുടങ്ങി വലിയ ആൾക്കാർ വരെ എത്ര പ്രായമുള്ളവരാണെങ്കിലും ഇന്ന് ഒരു എന്താ പറയുക, ഒരു പ്ലഡ്ജ് എടുക്കുക, ഞാൻ ഇന്ന് തുടങ്ങി എന്തെങ്കിലും ചെയ്യും. നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ അവർ സർട്ടിഫൈഡ് ആണോ, അവർ നമ്മൾക്ക് നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് ഒരു ഫിറ്റ്നസ് സെൻ്ററിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് നാളെ ഒരു ഇഞ്ചുറി കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം.